പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ വിചിന്തനം നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഇന്ന് നമ്മുടെ കർത്താവ് പിറന്ന ദിവസമാണ്. കർത്താവിൻ്റെ ബർത്ത്ഡേ ആണ്. ആ ബർത്ത്ഡേയിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഇന്ന് പങ്കുചേരാം. രക്ഷകൻ നമുക്ക് വേണ്ടി പിറന്നിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഇന്നത്തെ വിചിന്തനം 2-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ജനനത്തെക്കുറിച്ചാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം. റോമൻ ചക്രവർത്തിയായ അഗസ്റ്റീസിൻ്റെ ചക്രശാസനം നിമിത്തം ജോസഫും മറിയവും തങ്ങളുടെ പൂർവിക നഗരമായ ബേത്ലഹേമിലേക്ക് യാത്രയായി. അവിടെ സത്രത്തിൽ സ്ഥലം കിട്ടാതിരുന്നതിനാൽ ഒരു കാലിത്തൊഴുത്തിലാണ് മറിയം തൻ്റെ ആദ്യജാതനെ പ്രസവിച്ചത്. ലോകത്തിൻ്റെ രക്ഷകനായി പിറന്ന രാജകുമാരൻ ഒരു പുൽത്തൊട്ടിയിൽ കിടത്തപ്പെട്ടു. ഈ എളിമയുടെ ജനനം നമ്മെ പലതും പഠിപ്പിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്തത് കൊട്ടാരങ്ങളെയോ പ്രൗഢിയുള്ള സ്ഥലങ്ങളെയോ അല്ല, മറിച്ച് ഏറ്റവും വിനീതമായ ഒരു സാഹചര്യമാണ്. ഇത് ദൈവം തന്നെ തിരഞ്ഞെടുത്തതാണ് എന്ന് നാം തിരിച്ചറിയണം. ഇത് കാണിക്കുന്നത് യഥാർത്ഥ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ നമുക്ക് ഭൗതിക സമൃദ്ധിയുടെ ആവശ്യം ഒട്ടും തന്നെ ഇല്ല എന്നാണ്. എളിമയിലും ദാരിദ്ര്യത്തിലും ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. ആട്ടിടയന്മാർക്ക് ദൈവദൂതർ പ്രത്യക്ഷപ്പെട്ട് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള വലിയ സന്തോഷം അവരെ അറിയിച്ചു. ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു, കർത്താവായ യേശുക്രിസ്തു. ഈ സദ്വാർത്ത അവർക്ക് ലഭിച്ചു, ആട്ടിടയന്മാർക്ക്. സ്വർഗീയ സൈന്യം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. പ്രിയ സഹോദരങ്ങളെ, ഈ ക്രിസ്മസ് ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ കർത്താവായ ഈശോ ഈ ലോകത്തിലേക്ക് വന്നു എന്നാണ്. എൻ്റെയും നിങ്ങളുടെയും പാപമോചനത്തിനു വേണ്ടി, നമുക്ക് സ്വർഗരാജ്യം ലഭ്യമാക്കാൻ വേണ്ടി. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ 2-ാം വരവ് അടുത്തിരിക്കുന്നു. ആ മഹത്തായ ദിനത്തിനായി നാം ഓരോരുത്തരും ഒരുക്കമുള്ളവരായിരിക്കണം. ഈ ക്രിസ്മസ് ദിവസത്തിൽ ആട്ടിടയന്മാരെ പോലെ നമുക്കും എളിമയോടെ ഉണ്ണീശോയെ സ്വീകരിക്കാം. പാപങ്ങൾ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടാം. നമ്മുടെ ഹൃദയമാകുന്ന പുൽത്തൊട്ടിയിൽ ഈശോയ്ക്ക് ജനിക്കാൻ നാം ഇന്ന് ഇടം നൽകണം. സമാധാനത്തിൻ്റെ രാജാവായ ക്രിസ്തുവിനെ സ്വീകരിച്ച് സന്തോഷത്തോടെ അവിടുത്തെ മഹത്വം പ്രഘോഷിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.